ഇതെനിക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പാട്ട് ഇവിടെ വഴന്ന് ഞാൻ അറിഞ്ഞത്. സത്യം കിട്ടും. കാരണം ഈ പടം ഇറങ്ങി എല്ലാരും അപ്പൊ ഞങ്ങള് മറ്റേ പറഞ്ഞ പോലെ വാനില ചെടി രണ്ടുപേര് പാടിണ്ട്. അത് കേൾക്കാന്ന് വിചാരിച്ച് പോണെന്ന് വിചാരിച്ചിരിക്കുമ്പോ അനിയും പോയി പടം കണ്ടു. അപ്പൊ വാനില ചെടിയില് നിലയുടെ പോർഷൻ ആ സമയത്ത് എന്തോ ഡയലോഗ് ഒക്കെയാ. അപ്പൊ സാത്വിക എന്ന് പറഞ്ഞ കുട്ടി പാടിയിട്ടുണ്ടായിരുന്നു. അതെന്റെ ഫ്രണ്ടിന്റെ മോളാണ്. അപ്പൊ അതുണ്ട്. അപ്പൊ നിലയുടെ വോയിസ് ഇല്ല, പടത്തില് വോയിസ് ഇല്ല അല്ലെ. അപ്പൊ പിന്നെ ഇനിയിപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ഇനിയിപ്പൊ സങ്കടം ഉണ്ടെന്ന് വെച്ചിട്ടേ. അപ്പം ഇനിയിപ്പം പടത്തിന്റെ കാര്യമല്ലേ, ഈ ഡയലോഗ് വരെ വരുന്നത് പാട്ട് കട്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നകുൽ, അതിന്റെ പേര് നകുൽ എന്നാണ്. ആള് വീണ ആർട്ടിസ്റ്റ് ആണ്. എല്ലാരും കലാകാരന്മാർ തന്നെയാണ്. അപ്പൊ അവൻ പറഞ്ഞു, പക്ഷെ ലാസ്റ്റ് എല്ലാരും കരഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചിന്റെ വോയിസ് വരുന്നുണ്ട്. അത് നിലയുടെ വോയിസ് ആണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോ ഞങ്ങൾ നിലയുടെ വോയിസ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പർവ്വതീഷ് പാടിച്ച കാര്യമൊക്കെ ഞാൻ വേറെ പാടാന്ന് വിചാരിച്ചു. വാഴയൊന്നും നമ്മളറിയില്ല. അത് കഴിഞ്ഞ് ഓരോരുത്തർ ടാഗ് ചെയ്ത് തുടങ്ങി തിയേറ്ററിൽ നിന്ന്. എടാ നിന്റെ കൊച്ചിന്റെ വോയിസ് ആണോ? ലാസ്റ്റ് നിളാരാജ് എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. അപ്പൊ ഞാൻ അപ്പോഴാണ് നമ്മൾ ഒന്ന് ഞാനന്ന് ഫസ്റ്റ് ഒന്ന് പോയി കാണട്ടെ എന്ന് വെച്ചിട്ട് ഞാനും ഇവളും കൂടെ പോയി കണ്ടു. അപ്പൊ ഇവളുടെ വോയിസ് തന്നെ. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത്. പിന്നെയാണ് ഞാൻ ഗാന ആപ്പും മറ്റേ ഇതിലൊക്കെ എടുത്ത് നോക്കിയത്. സ്പോട്ടിഫൈ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് സൂര്യ സന്തോഷം നീളാന്ന് പേര് കണ്ടത്. മറ്റേത് പടം കയറിയും കൊളുത്തി 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഹിറ്റായി. നമ്മള് ടിക്കറ്റ് കിട്ടും, ഭയങ്കര തിരക്കല്ലേ. പിന്നെ അതുമല്ല ഇവളുടെ വോയിസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ, മല്ലച്ചെടിയാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് ഇത് നോക്കുന്നില്ല. അപ്പൊ പർവ്വതീഷ് ഈ പാട്ട് പാടിക്കാൻ നേരത്തെ ഞാനിവിടെ ഇല്ല, ഞാൻ ഷോയ്ക്ക് വേണ്ടി ഇവിടെ പോയിക്കോണം. അപ്പൊ അനീനെ കൊണ്ടുപോകണേ, ഞാനില്ലാത്തപ്പോ അനീനാണ് കൊണ്ടുപോണേ. അപ്പൊ എനിക്കറിയില്ല ഇങ്ങനെ ഒരു വരി പാടിച്ച കാര്യമൊന്നും. പിന്നെയാണിത് അങ്ങനെ ഒരു അതായത്